നമ്മുടെ കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് ഓരോരുത്തരും ഉണർന്നിരിക്കേണ്ടത് ആവശ്യമാണ്. എന്താണ് ഉണർവ്? നമുക്കറിയാം, ഉണർവ് എന്ന് പറയുന്നത് യേശുക്രിസ്തു ഈ ഭൂമിയിൽ ആയിരിക്കുന്ന സമയത്ത് ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. എന്നിട്ട് കർത്താവ് പറയുകയാണ്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി സ്ഥലം ഒരുക്കാൻ വേണ്ടി പോകുകയാണ്. എന്തിനാണ്? ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളെ ഇരുത്തേണ്ടതിന് പിന്നെയും വന്ന് ചേർത്തുകൊള്ളും. യേശുക്രിസ്തു പോകുന്നത് എവിടേക്കാണ്? സ്ഥലം ഒരുക്കാൻ വേണ്ടി പോകുന്നത്. സ്വർഗം എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടെയാണ് സ്വർഗത്തിൽ നിന്ന് വന്നതാണ് യേശുക്രിസ്തു. കർത്താവ് ഇരിക്കുന്നത് 3-ാം സ്വർഗത്തിലാണ്. അപ്പോൾ കർത്താവ് പറഞ്ഞു, എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. അപ്പോൾ കർത്താവിന് സ്വർഗത്തിൽ ഒത്തിരി സ്ഥലങ്ങളുണ്ട്. അവിടെ ആർക്കും എത്തിപ്പെടാൻ പറ്റത്തില്ല. എത്ര കാശും പണവും ഉണ്ടെങ്കിലും എത്തിപ്പെടാൻ പറ്റില്ല. കാരണം അവിടെ വിശുദ്ധന്മാർക്ക് മാത്രമേ എത്തിപ്പെടാൻ പറ്റുള്ളൂ. എന്നാൽ പാപികളായി ഇരിക്കുന്ന ഈ ലോകത്ത് ആരാണ് അങ്ങോട്ട് പോകുന്നത്? ആർക്കും പോകാൻ കഴിയത്തില്ല. എന്നാൽ പാപികൾക്ക് ഉള്ളത് ശിക്ഷയാണ്. പാപത്തിൻ്റെ ശമ്പളം മരണമാണ്. യേശുക്രിസ്തു മനുഷ്യനെ വർഗത്തെ സ്നേഹിക്കുന്ന എങ്ങനെയാണ്? ആ മുഴുവനും ശിക്ഷകളും ആ മരണം യേശു ഏറ്റെടുത്ത് സകല മനുഷ്യരെയും സ്വതന്ത്രനാക്കിയിട്ട്, ശിഷ്യന്മാരെയും സ്വതന്ത്രനാക്കിയിട്ട് കർത്താവ് പറയുകയാണ്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി സ്ഥലം ഒരുക്കുവാൻ വേണ്ടി പോകുന്നു. ഞാൻ സ്ഥലം ഒരുക്കിയിട്ട് വരും. ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളെയും ഇരുത്തേണ്ടതിന് ഞാൻ നിങ്ങളെ ചേർക്കുവാൻ വേണ്ടി വരും. അപ്പോൾ ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന, യേശുവിൻ്റെ കൽപ്പന സ്വീകരിച്ചവരെ മാത്രമാണ് അവിടെ ചേർക്കുവാൻ വേണ്ടി വരുന്നത്.